RSPയുടെ മുന്നണി മാറ്റം മൂലമുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ ഒരുപക്ഷേ ഏറ്റവും അധികം ഇളകി മറിഞ്ഞത് കൊല്ലം കോർപ്പറേഷൻ ആയിരിക്കും. 2010 വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇവിടെ അധികാരത്തിലെത്തിയ LDF ഇപ്പോൾ ഭരണം നടത്തുന്നത് PDP അംഗത്തിന്റെ പിന്തുണയോടെയാണ്. കൊല്ലം കോർപ്പറേഷൻ നിലവിൽ വന്ന കാലം മുതൽ ഇടതുമുന്നണിയാണ് ഭരണത്തിൽ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 55 സീറ്റിൽ 34 നേടിയാണ് LDF അധികാരം നിലനിർത്തിയത്. എന്നാൽ RSP ഇടതുമുന്നണി വിട്ടതോടെ മുന്നണിയുടെ അംഗബലം 27-ലെത്തി. ഇപ്പോൾ PDP അംഗത്തിന്റെ പിന്തുണയോടെയാണ് ഭരണം തുടരുന്നത്. വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ RSPയുടെ മുന്നണി മാറ്റം തന്നെയാണ് ഇടതുമുന്നണി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. RSP കൂടി ചേർന്നുള്ള UDFനെ നേരിടണമെന്ന് മാത്രമല്ല, അവർക്ക് നേരത്തെ നൽകിയിരുന്ന സീറ്റിൽ CPI അവകാശവാദം ഉന്നയിക്കുന്നതും മുന്നണിക്ക് തലവേദനയാകും. RSP ഞങ്ങളുടെ മുന്നണിയിൽ ഉണ്ടാവണം എന്ന് ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. RSP മുന്നണി വിട്ടു പോയതിലുള്ള ആ ഒരു ശരിയായ രീതി അല്ലാന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട്. എന്ന് വിചാരിച്ച് ജനങ്ങൾ ഞങ്ങളെ പിന്തള്ളും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. UDFിലും കുഴപ്പങ്ങൾക്ക് കുറവില്ല. തിരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസിൽ ഗ്രൂപ്പ് പ്രവർത്തനം ശക്തമായി കഴിഞ്ഞു. പല ഡിവിഷനുകളിലും ഒന്നിലധികം പേർ ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥിത്വത്തിനായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി UDFിന്റെ ഭാഗമായി RSP മാറുമ്പോൾ ശക്തമായ ഒരു തിരിച്ചുവരവ് കൊല്ലം നഗരസഭയിൽ ഉണ്ടാവും. അടുത്ത പ്രാവശ്യം RSP ഉൾപ്പെടെയുള്ള ഒരു UDF ഭരണസമിതി ആയിരിക്കും കൊല്ലം നഗരസഭയിൽ ഭരിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. ശ്യാമാർ ബാബു, മീഡിയ 1, കൊല്ലം.